ഒരു 5 പോയിന്റ് എനിക്ക് ഈ ബുക്ക് വായിച്ചു കിട്ടിയ. Yo, what's going on guys? Spirits here. Welcome back to brand new vlog. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗിലെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ടൈം ഏകദേശം 11:30 ആയിട്ടുണ്ട് ഗൈസ്. രാവിലെ തൊട്ട് ഇരുന്നിട്ട് കറണ്ടേ ഇല്ല. ഇന്നലെ ഫുള്ള് കറണ്ട് ഇല്ലായിരുന്നു, ഇന്നും കറണ്ട് ഇല്ല. അങ്ങനെ പെട്ടിരിക്കണം. എഡിറ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നിനും നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇതാ അതേപോലെ അവിടെ ഇരിപ്പുണ്ട്. എഡിറ്റ് ചെയ്തതേ ഇല്ല. അപ്പൊ ഇന്നത്തെ പണിയായിട്ടുള്ള ഷോർട്സ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോവാം ഗൈസ്. ഭാർഗവി ഇവിടെ കിടന്ന് ഉറങ്ങി. അയ്യോ എന്ത് വയ്യേ. കണ്ട് രാവിലെ തൊട്ട് എങ്ങോട്ടൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വന്ന് കിടന്നു. ഇതാ കണ്ടില്ലേ, ഫുള്ള് ഉറക്കം ഗൈസ്. അപ്പോൾ ഇപ്പോൾ ടൈം 3:20. ഞാൻ എൻ്റെ ഷോർട്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോഴാണ് ഗൈസ്. ഇനി എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് തീർത്തത്. ഷൂട്ട് ചെയ്ത് തീരാൻ വേണ്ടി കുറേ ടൈം എടുത്തു. എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയതല്ലേ, രാവിലെ 11 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ആയിട്ടും തീർന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് നേരെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് തീർന്നത്. അതുകൊണ്ടാണ് ബാക്കി വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കുറച്ചുകൂടെ വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, ബട്ട് അത് നടന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് നോക്കാം. പക്ഷേ ഇന്ന് കുറേ ടാസ്കുകൾ വ്ളോഗിൽ ചെയ്യാറുണ്ട് ഗൈസ്. വ്ളോഗിൽ ഞാൻ ഇന്നലെ ചെയ്യാതിരുന്ന ഒരു സംഭവം ഇന്ന് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഷോർട്സ് ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം ഗൈസ്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം. ഇന്നലെ പറിച്ചില്ലേ നമ്മൾ കുറച്ചുകൂടെ റംബൂട്ടാൻ സംഭവങ്ങളൊക്കെ പഴുത്തിക്കണം. രാത്രി ആയി കഴിഞ്ഞാൽ വവ്വാൽ ഇറങ്ങി വന്ന് ഇഷ്ടംപോലെ വവ്വാലുണ്ട്. വവ്വാൽ വന്നിട്ട് ഇതിനെ കൊത്തിയെടുത്തോണ്ട് വന്നു. ചിലയിടത്തൊക്കെ വലയും സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കണം കണ്ടിട്ടുണ്ട്. വല ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. ഇവിടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ നോർമലി വെക്കുന്ന സംഭവമായതുകൊണ്ട് അവിടെ നിൽക്കും. ഇന്ന് കണ്ടത് നാളെ കാണൂലേ. വവ്വാൽ വന്നിട്ട് പഴുത്ത അത്രയും കൊണ്ടു. ഇതിനിടയ്ക്ക് പറിച്ച് സെറ്റപ്പായി വെക്കണം കൈ. പറ്റേ അച്ചാർ ഇടണം, നോക്കാം ഗൈസ്. ഈ സംഭവം എന്താണെന്ന് അറിയാമോ? പണ്ടത്തെ നമ്മുടെ റൈനോൾസിന്റെ പേനാണ്. കാണിച്ചിട്ടോ, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള പേനാണ്. ഇതാ കണ്ട, ഇതാണ് സംഭവം. എഴുതാനൊക്കെ നല്ല സ്മൂത്ത്. അതായത് ഞാൻ വീഡിയോയുടെ ഐഡിയ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എഴുതണം ഈ ഒരു പേന വെച്ചാണ് എഴുതണം. ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നൊസ്റ്റാൾജിക് സംഭവമാണ്. ചെറുതിലോട്ട് നമ്മൾ ഉപയോഗിച്ച് വന്ന ഒരു പേനാണ്. ചില മെമ്മറീസ് നമ്മൾ വിട്ടു പോകില്ല, അതിൽ ഉള്ള ഒരു സംഭവമാണ്. ഇതിൽ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പണ്ട് എഴുതിയ ഒരു ഫീല് നമുക്ക് അതിലേക്ക്. ഗൈസ്, ഈ പേന നിലവിൽ ആരെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ റൈനോൾസിന്റെ പേനാണ്. റൈനോൾസ് ഫൈൻ കർബർ. ഇതാ നോക്കിയോ, ഇതാണ് റൈനോൾസ് ഫൈൻ കർബർ, അങ്ങനത്തെ ഒരു പേരാണ്. ഇത് ഉപയോഗിക്കുന്നവർ കമന്റ് ഇടുക ഗൈസ്. അപ്പോൾ ഇതേപോലുള്ള നൊസ്റ്റാൾജിയ സംഭവങ്ങൾ ഇതേപോലെ കളക്ട് ചെയ്താലെന്ന് ഞാൻ ആലോചിക്കും. പഴയ നമ്മൾ മിസ്സായി പോയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത ഒരു കളക്ഷൻ പോലെ നോക്കിയാലെന്ന് ഒരു ചിന്തയുണ്ട്. ഇതൊരു നൊസ്റ്റാൾജി ഞാൻ എഴുതാൻ വേണ്ടി വാങ്ങിച്ചാണ്, ഒരു ഫീലിന് വേണ്ടി. എന്തായാലും നമുക്ക് പറ്റണ സംഭവങ്ങൾ ഇതേപോലെ കളക്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ സീക്രട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം കൊണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടി. മെയിൻ ആയിട്ട് ഒരു 5 പോയിന്റുകളാണ് കിട്ടിയത്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന ബുക്കാണ്. നമുക്ക് എപ്പോഴും യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിരിക്കുവാനുള്ള ഒരു ഊർജ്ജം നമ്മളിൽ തന്നെ നേർത്താൻ വേണ്ടി കഴിയും ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ. അതായത് നമ്മുടെ തോട്ട്സിലൂടെ ആയാലും വേർഡ്സിലൂടെ ആയാലും ആക്ഷനിലൂടെ ആയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു 5 പോയിന്റ് എനിക്കിപ്പോ ഈ ബുക്ക് വായിച്ചുകൊണ്ട് കിട്ടിയത്. അപ്പോൾ ആ ഒരു 5 പോയിന്റാണ് ഞാൻ മെയിൻ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചത്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മുടെ തോട്ട്സ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ നേടണമെങ്കിലും ഫസ്റ്റ് നമ്മുടെ തോട്ട്സ് ആണ് അതിന് അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. എന്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് നമുക്ക് ഇനിഷ്യലായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പൊ ചിലർക്ക് ഹാപ്പിനെസ് ആയിരിക്കാം, ചിലർക്ക് ഫുഡ് ആയിരിക്കാം, ചിലർക്ക് മറ്റു പലതായിരിക്കാം, അവരുടെ ഡ്രീം ആയിരിക്കാം. അങ്ങനെ പലതും എന്ത് തന്നെ ആയാലും നമുക്ക് ആ ഒരു കാര്യം, സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കാര്യം വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ അഫേം ചെയ്യാം. അത് സെക്കൻഡ് പോയിന്റ് ആണ്. നമ്മളിപ്പം സംസാരിക്കുന്ന കാര്യങ്ങളില്ലേ, ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഒരു കാറിനെ കുറിച്ച് പറയണം. അപ്പൊ കാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറിനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോഡിലോട്ട് നോക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു കാറിനെ ആയിരിക്കും അടുത്ത് കാണുന്നത്. അതായത് നമ്മൾ പറഞ്ഞ എക്സാക്ട് കാർ, എക്സാക്ട് മോഡൽ നമ്മൾ കണ്ടിരിക്കും. സോ അതെന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ആക്ച്വലി നമ്മൾ ആ ഒരു കാറിനെ കുറിച്ച് ചിന്തിച്ചതിലൂടെയാണല്ലോ വാക്ക് വന്നത്. അതൊരു അഫർമേഷൻ ആയത്. സോ നമ്മൾ അതിനെ കഴിഞ്ഞ് അത് കടന്നുപോയി നമ്മൾ നേരെ പോയി റോഡിൽ നോക്കിയപ്പോൾ യാദൃശ്ചികമായി കണ്ടതാണ് ആ ഒരു കാർ വന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ. നമ്മൾ ഇതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി ഈ ബുക്കിൽ പറയുന്നത് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ബിലീവോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി നമ്മളുടെ കൈകളിലേക്ക് എത്തും. അതിന്റെ പലവിധ മെത്തേഡുകൾ ഇവരിവിടെ പറയുന്നത്. അതായത് വിഷൻ ബോർഡ് പറയുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി ജോൺ അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബുക്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പുള്ളി
യൂസ് ചെയ്ത വിഷൻ ബോർഡാണ്. അതായത് തനിക്ക് വേണ്ട ആഗ്രഹങ്ങളെ പിക്ചറൈസ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് അത് വിഷ്വലൈസ് ചെയ്ത് തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുത്താണ്. ഓക്കെ, അങ്ങനെ പല പല മെത്തേഡുകൾ. പിന്നെ ജേർണലിംഗ് പറയുന്നുണ്ട്. എന്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് മെത്തേഡ് വേണോ ഫോളോ ചെയ്യാം. ഇത് ആക്ഷന്റെ കൂട്ടത്തിൽ വരുന്ന സംഭവം. അതായത് ആ ഒരു കാര്യം നമ്മുടെ ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന കാര്യം. നമ്മൾ ഒരു കാര്യം തന്നെ ഒരു 10 തവണ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആകണം. അത് ജേർണലിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പിക്ചർ നമ്മൾ ഡെയിലി കാണുമ്പോൾ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ പതിയും. സോ അത് ആക്ഷനിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ സംഭവങ്ങളെല്ലാം സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 കാര്യം: തോട്ട്, വേർഡ്സ്, ആക്ഷൻ. ഈ 4ാമതായിട്ട് ഒരു കാര്യം പറയാം. അതെന്താണ്? 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. നമ്മൾ ആഗ്രഹിച്ച എന്ത് കാര്യമായാലും അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കേണ്ട പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച സാധനം എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കാർ ആണെങ്കിൽ ആ കാറിനെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിൽ ഫോക്കസ്ഡ് ആയി ഇരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് ആ ഒരു കാറ് വരാനുള്ള ഒരു വഴി യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുള്ളൂ. നമ്മൾ എന്താണ് ചിന്തിക്കുന്ന സംഭവങ്ങളും നമ്മളുടെ അഫർം ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. സോ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് ആ ഒരു സംഭവം വന്നെത്തുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 5ാമത്തെ അവസാനത്തെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാം? 5ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ബിലീവ് ആണ്. നമ്മൾ ഒരു കാര്യത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. അതെന്ത് പറയുന്നത്? നമ്മുടെ കല്യാൺ ജുവലേഴ്സിന്റെ പരസ്യമുണ്ടല്ലോ, വിശ്വാസം അതല്ലേ അല്ല, നമ്മൾ കേട്ടില്ലേ? സെയിം എക്സാക്ട് സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും തോട്ട്സിലും വാക്കിലും നമ്മൾ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ മെത്തേഡുകളിൽ എല്ലാത്തിലും നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല. ഇതിന്റെ ഓതർ ആയിട്ടുള്ള റോണ്ട ബെയിൻ പറയുന്നത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഗൈസ്. കാരണം ഒരുപാട് ഡ്രീം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ബുക്കാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ബുക്കുകളിലൊന്നും തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയോടെ മുന്നോട്ട് പോകാൻ, നമ്മുടെ തോട്ട്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഹയർ ലെവലിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബുക്കിൽ നമുക്ക് ഒരുപാട് പഠിക്കണം. കാരണം സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വായിച്ചാൽ പോലും നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാവും. സോ വെരി പവർഫുൾ ബുക്കാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 5 കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വെച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ നമ്മളെടുത്ത് വായിക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഐഡിയാസും സംഭവങ്ങളും ഒക്കെ കിട്ടും ഈ ബുക്ക്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ റെപ്പറ്റേഷൻ ആയിട്ട് വായിക്കുമ്പോൾ ഒരു തവണ മനസ്സിലായ കാര്യമല്ലേ ഇത് നമുക്ക് നെക്സ്റ്റ് തവണ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു 3-4 തവണ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. സോ ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു 5 പോയിന്റ് കിട്ടി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ വെച്ച് ഗൈസ് രാത്രി ഇപ്പം സമയം എത്രയാണെന്ന് എനിക്ക് നോക്കിയാലേ അറിയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ലോഗ് കാണുന്നവരേക്കും ബൈ ബൈ.